ഹലോ. അപ്പോൾ ദേ നല്ല അടിപൊളി നല്ല വിളഞ്ഞ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഗുണം. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം ഇതൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി നാടൻ ഫുഡ് കഴിക്കാം. അപ്പോൾ ഇനി ചക്ക വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. നല്ല ചക്ക വേവിച്ചതും ചിക്കൻ കറിയും. അപ്പോൾ അതെങ്ങനെയാണ് വൃത്തിയാക്കുന്നത്, എന്താണ് എൻ്റെ പരിപാടി എന്നൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ആദ്യം ഇതൊന്ന് വെട്ടി അടത്തി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതേ അമ്മയാണെങ്കിൽ ചക്ക മുറിക്കുകയാണ്. അമ്മയാണ് ചക്ക മുറിച്ച് വൃത്തിയാക്കുന്നത്. ഞാനും അമ്മച്ചിയും കൂടെ ഒരുക്കി വൃത്തിയാക്കി കൊടുക്കും. അപ്പം അമ്മ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ടല്ലേ, നല്ല വിളഞ്ഞ ചക്കയാണ്. ഇതിന് ചകിണിയോ എന്താ ആ സംഭവം കുറവാണ് കേട്ടോ. നല്ല നിറയെ ചുളയുള്ള ചക്കയായിരുന്നു. എന്തായാലും കുഞ്ഞു ചക്കയായിരുന്നു, പക്ഷെ നിറയെ ചുള ഉണ്ടായിരുന്നു ചക്കയിൽ. അപ്പോൾ അമ്മ അതെല്ലാം ഒന്ന് അടത്തി തരികയാണ്. നമ്മുടെ ദേവൂട്ടി ഇതേ കണ്ടില്ല, ഇവിടെ നിന്ന് കഴിപ്പ് തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക, അതുപോലെ ദേവൂട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒത്തിരി കഴിച്ചാൽ വയറൊക്കെ വേദനിക്കുമെന്ന് പറയുന്നു. അതൊക്കെ എന്താണെന്ന് അറിഞ്ഞൂടാ. ദേവൂട്ടി നന്നായിട്ട് തട്ടുന്നുണ്ടായിരുന്നു, കൂട്ടത്തിൽ ഞാനും. അങ്ങനെ ചക്കയുടെ പരിപാടിയിലാണ്. ചക്ക ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വേണം ചിക്കൻ കറി വെക്കാൻ. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ, നല്ല വിളഞ്ഞ് നല്ല നല്ല മഞ്ഞ കളറിലിരിപ്പുണ്ട്. ഇപ്പം വറക്കാനും നല്ല ചക്കയാണിത്. അപ്പം ഞാൻ ഇതിൻ്റെ ഈ ചകിണിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ പാത്രത്തിലോട്ട് ഇട്ട് വെക്കുകയാണ്. അത് ദേവൂട്ടി വാരിയിട്ടാണ് മൊത്തത്തിൽ. അപ്പം ഞാൻ ആ പാത്രത്തിലോട്ട് വൃത്തിയാക്കി കൊടുക്കും. ദേവൂട്ടി ഒരു സൈഡിൽ നിന്ന് കഴിച്ച് തീർക്കും. ഞാൻ ആ വൃത്തിയാക്കി ആ പാത്രത്തിലോട്ട് ഇടുമ്പോൾ ദേവൂട്ടി എടുത്തെടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചക്കയും കപ്പയൊക്കെ ഉണ്ടാവും. എൻ്റെ വീട്ടിൽ കപ്പയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ പാലക്കാട് അങ്ങനെ അധികം വീടുകൾ കുറവാണ്. ചിലപ്പം വഴി സൈഡിലൊക്കെ വിൽക്കുന്ന കാണാം. അല്ലാതെ ഒന്നും ചക്ക ഒന്നും കിട്ടാൻ ഒരു ചാൻസും ഇല്ല. എങ്ങാനും ഇൻ കേസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലായി, അത്രേ ഉള്ളൂ. അപ്പം ചക്ക ഇത്തിരി മെനക്കെട്ട പരിപാടിയാണല്ലേ. ഈ വെട്ടി അടത്തി അതിൻ്റെ ചകിണിയെല്ലാം കളഞ്ഞ് കൂലി സെപ്പറേറ്റ് അങ്ങനെയൊക്കെ ചെയ്തെടുത്ത് വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്കും രസമാണ്, പെട്ടെന്ന് തന്നെ സമയം തീർന്നോളും. പിന്നെ അതേ അമ്മച്ചിയുടെ കയ്യിൽ കുറച്ച് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മച്ചി അതിൻ്റെ കുരു കളഞ്ഞു തരുവാണ്. അമ്മച്ചിയാണ് മൊത്തം അതിൻ്റെ കുരു കളഞ്ഞത്. അപ്പോൾ ദേവൂട്ടി ഇടയ്ക്ക് വന്ന് അമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. കണ്ടില്ലേ, അമ്മച്ചി ചെയ്യുന്നുണ്ടോ? അമ്മച്ചിയെ കൊണ്ടുപോകാതെ അമ്പലത്തിൽ പോയെന്ന് ഞാൻ. അമ്മച്ചി ഇവിടെ പൂട്ടിയിട്ടിട്ട് ഞാൻ അമ്പലത്തിൽ പോയത്. പാവ അമ്മച്ചി. അമ്മച്ചിക്ക് പായസം കൊണ്ട് കൊടുത്തു തന്നിട്ട് വേമ്പോ പോന്നില്ലേ? എവിടെ അമ്മച്ചിയെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അമ്മച്ചി പോലും വിളിക്കാൻ കൂടെ വരും. ഓ പിണഞ്ഞ് തലേ വന്ന് വീണാൽ നല്ല സുഖമായിരിക്കും ചേട്ടാ. ഞാൻ പോവാ. അമ്മച്ചിയെ പാവ അമ്മച്ചി അമ്പലത്തിൽ കൊണ്ടുപോകാത്തതിന് അമ്മച്ചി വിഷമമായി. ഇഷ്ടമുള്ളപ്പം വന്നാൽ മതി. കഥ തുറന്ന് പൊക്കോ. അതെടുത്തെറിഞ്ഞാ ഉണ്ടല്ലോ കാലിന്റെ കൂട്ട് ഞാൻ തന്നെ വിളിക്കും. അതിന് കൊണ്ടുപോകാൻ
കട്ടക്കുട്ടിനെ കൊണ്ടുപോവാ. ചൂട്ടാ, ഒത്തിരിട്ടാന്ന് വിളിക്കുമ്പോൾ എവിടെ എന്ത് ചെയ്യും? ചൂട്ടാ. ഓടി വന്ന് ഉമ്മ കൊടുത്തേ എന്തോന്ന് വിളിച്ചേ പാത്രം ഇനി എടുത്തുണ്ടോ? കത്തി അതെടുത്ത് കൊടുക്ക നമുക്ക്. ആ എടാ ചക്ക കഴിക്കണ്ടേ ഉണ്ടോ? അമ്മച്ചിയുടെയും ദേവുട്ടിയുടെയും ഓരോ കോമഡികൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അവർ രണ്ടുപേരും ഭയങ്കര നല്ലൊരു കോംബോയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും, തമാശ പറയും, ഭയങ്കര കോമഡിയാണ്. അപ്പം ചക്കയെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പറമ്പിലുള്ളതാണ് മല്ലിയില. ഇത് ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് കിട്ടുന്ന മല്ലിയില അല്ല ഇത്. ഇത് കാണുമ്പോൾ മനസ്സിലാവില്ലേ, നല്ല മണമാണ് ഇതിന്. വെളിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എനിക്ക് തോന്നി ഇതിനാണ് നല്ല മണവും നല്ലൊരു ഫ്ലേവർ ഇതിനാണ്. അപ്പോൾ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കറി വെക്കാൻ നേരം മറ്റേ മല്ലിയില തീർന്നു. അപ്പോൾ അമ്മ പറമ്പിൽ നിന്ന് വന്ന് പറിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഒന്ന് വീഡിയോ എടുത്തിട്ട് വരാൻ. അപ്പോൾ അമ്മയാണിത് വീഡിയോ എടുക്കുന്നതും പറിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കറിക്കുള്ള ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് അത് എങ്ങനെ വെക്കുന്നതെന്ന് കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ വെക്കുന്ന രീതി. അപ്പം ഞാൻ അതിനുള്ള ഉള്ളിയൊക്കെ വഴറ്റുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റുകയാണ്. അപ്പോൾ അടുപ്പിലാണ് വെക്കുന്നത്, അതാണ് വേറെ ഒരു പ്രത്യേക ടേസ്റ്റ്. അടുപ്പിലൊക്കെ വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം ചിക്കൻ കറിയുടെ മസാലയൊക്കെ ആയിട്ടുണ്ട്, ഗ്രേവി എല്ലാം ആയി. അപ്പോൾ അതൊരു സൈഡിൽ. ഇനി വേറെ സൈഡിൽ നമ്മുടെ ചക്കയുടെ പരിപാടി. ചക്കയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാൻ പോവാണ്. കണ്ടില്ലേ, ഒരു കറിവേപ്പില ഉണ്ട്. എന്തുമാത്രം കറിവേപ്പിലയാണ്. ഒരു തേങ്ങ ഫുള്ളുണ്ട് കേട്ടോ. അമ്മ അങ്ങനെയാണ്, തേങ്ങയൊക്കെ നന്നായിട്ട് ചേർക്കും. നല്ല അടിപൊളിയായിട്ടാണ് അമ്മ വെക്കുക. ഒരു പിടി ചെറിയുള്ളി, ജീരകം, പിന്നെ മറ്റേ പച്ചമുളകിന് പകരം കാന്താരിയാണ് അമ്മ എടുത്തിരിക്കുന്നത്. കാന്താരിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. പിന്നെ കറിവേപ്പില, എനിക്ക് തോന്നുന്നു ആ മരത്തിലെ കറിവേപ്പില മൊത്തം അമ്മ പറിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ അമ്മയ്ക്ക് ചെറിയുള്ളി, കറിവേപ്പില, തേങ്ങ ഇതൊക്കെ ഭയങ്കര എന്താ പറയുക പ്രാന്ത. കറിയൊക്കെ വെക്കുന്ന ടൈമിൽ അതൊക്കെ നിറയെ വേണം അമ്മയ്ക്ക്, എന്നാലും ടേസ്റ്റ് വരൂ. കറിവേപ്പിലയൊക്കെ നല്ല ആരോഗ്യമുള്ള സാധനമാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാത്തിനും ഗുണമൊക്കെ അമ്മയ്ക്കറിയാം കേട്ടോ. അപ്പോൾ കല്ലിലാണ് അരച്ചെടുക്കുന്നത്. ഇവിടെയൊക്കെ അരകല്ലുണ്ട്. എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്കറിയാം. അമ്മ കപ്പ വെക്കുമ്പോഴും ഓരോന്നൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനത്തെ അരകല്ല് വെച്ചിട്ടാണ് സംഭവം അരയ്ക്കുന്നത്. ഇത് അരയ്ക്കുമല്ല, പേസ്റ്റാക്കുമല്ല, ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയും ജീരകം, പിന്നെന്താ നമ്മുടെ കാന്താരിയെ, തേങ്ങ ഇതെല്ലാം കൂടെ അമ്മ കല്ലിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇത് ഈ അരച്ചെടുക്കുമ്പോൾ ഈ അരപ്പിനുണ്ടല്ലോ ഒരു പ്രത്യേക മണമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾക്ക് അതൊന്ന് ഫീൽ ചെയ്യണം. അപ്പോൾ അതങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല നാടൻ ഫുഡ് കഴിക്കാം കേട്ടോ. എൻ്റെ അവിടെയൊന്നും ഇങ്ങനെ അരകല്ലും ഇല്ല, ചക്കയും കിട്ടില്ല. കപ്പ തന്നെ വല്ലപ്പോഴും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പറമ്പിൽ നിന്ന് പറിച്ചങ്ങോട്ട് എടുക്കുക. അതാണ് എൻ്റെ അമ്മയ്ക്ക്. ചക്ക, കപ്പ, വാഴ, തേങ്ങ അങ്ങനെയുള്ള കുറേ എന്തൊക്കെയോ കൃഷികളുണ്ട്. ഉള്ള പറമ്പിൽ ഓരോന്ന് ചെയ്യുന്നു. അപ്പോൾ അതേ നമ്മുടെ അരപ്പ് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി അരപ്പായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണം വരുന്നുണ്ട്. അങ്ങനെ അതേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുറുകി ഒന്നും കൂടെ ഒന്ന് വേകാനുണ്ട്, ഇത്തിരി കൂടെ വേകാനുണ്ട്. നല്ല അടിപൊളി കറിയാണേ, ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല. ഇത് ഞാനാണ് ഇതിൻ്റെ കുറച്ച് പരിപാടി. അമ്മ ചക്ക ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചിക്കൻ കറി സൈഡിലൊന്ന് വെച്ചു. അപ്പോൾ അതേ ചക്ക വേവിക്കാനുള്ള അരപ്പും ഇവിടെ സെറ്റാക്കി അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത്തിരി ഉപ്പ് വെള്ളമൊക്കെ തെളിച്ചിട്ടാണ് അമ്മ വേവിക്കാൻ വെക്കുന്നത്. അമ്മയുടേതായ രീതിയിൽ ഉപ്പിട്ട് ഇത്തിരി വെള്ളം തെളിച്ച് കൊടുക്കുകയാണ്. വെന്ത് വരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി കേട്ടോ. നല്ല അടിപൊളി കറി. ഞാൻ ചക്ക കൂട്ടി ഒന്ന് കഴിച്ചാൽ മതി. കണ്ടില്ലേ, സൂപ്പർ കറിയാണേ. അപ്പോൾ അതേ നമ്മുടെ ചക്കയും ഏകദേശം ഒന്നും ആയിട്ടുണ്ട്. അമ്മ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്, കാരണം അടുക്കി പിടിക്കാൻ പാടില്ല. ഇതൊക്കെ അമ്മ ചെയ്ത് അമ്മയ്ക്ക് എക്സ്പേർട്ടാണ്. നല്ല ചൂടുണ്ട്, അടുപ്പിൽ വെക്കുമ്പോൾ നല്ല ചൂടാണ്. പക്ഷേ അമ്മയ്ക്കാവുന്നൊരു പ്രശ്നമല്ല കേട്ടോ. കണ്ടില്ലേ, അടുത്ത് പോയിരുന്ന് ഇളക്കുന്നത് കണ്ടില്ലേ. എനിക്ക് വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ നല്ല ഇതാണ്. പിന്നെ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. അതും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ചക്ക വേവിച്ചത്. കണ്ടില്ലേ, നല്ല മണവും നല്ല ടേസ്റ്റും, ഒരു രക്ഷയില്ല. ചക്ക വേവിച്ചത് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാൻ ഫൈനൽ ഒരു എന്താ പറയുക ഒരു കൺക്ലൂഷൻ അങ്ങനെയാണ് കാണിച്ചു തരാം. ഒരു വാഴയിലൊക്കെ എടുത്ത്
കുറച്ച് ചക്ക വേവിച്ചതും നമ്മുടെ ചിക്കൻ കറി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തൊരു കഴിപ്പ് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം എൻ്റെ ഈ കുഞ്ഞൊരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ, ബൈ.